നമസ്കാരം, ഞാൻ റജിബോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷത്തെ SLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഫോക്കസ് ഏരിയ 2021 എന്ന പേരിൽ പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണല്ലോ. നമ്മൾ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 5 പാഠങ്ങളാണ് ഫോക്കസ് ഏരിയ 2021 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ പറഞ്ഞതനുസരിച്ചുള്ളതായ ഈ ഭാഗങ്ങളിലെ 5 വീഡിയോകളിൽ 5 പാഠഭാഗങ്ങളിൽ നിന്ന് നമ്മൾ 2 വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. അതിൽ നിന്ന് വന്നിട്ടുള്ളതായ കാര്യങ്ങൾ, അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായ കാര്യങ്ങൾ പാഠ്, പ്രോക്തി, രചയിത, സാരാംശ്, പ്രശ്നോത്തർ, ഡയറി, പത്ര എന്നിവയായിരുന്നല്ലോ. ഇന്ന് നമ്മൾ 3ാമത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഈ വീഡിയോയിൽ വാർത്താലാപ്, പട്കഥ, പോസ്റ്റർ എന്നിവയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളതായ 5 പാഠങ്ങളിലെ എല്ലാ പാഠങ്ങളിൽ നിന്നും വരുന്നതായ വാർത്താലാപ്, അതുപോലെ തന്നെ പട്കഥ, പോസ്റ്റർ ഇവയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി വാർത്താലാപ്. വാർത്താലാപ് അഥവാ കോൺവെർസേഷൻ. വാർത്താലാപ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒന്നുകിൽ വാർത്താലാപ് എന്നുണ്ടാവാം, അല്ലെങ്കിൽ ബാത്ചീത് എന്നുണ്ടാവാം, അല്ലെങ്കിൽ സംവാദ് എന്നുണ്ടാവാം. ഈ 3 രീതിയിൽ ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെയാണ് എഴുതേണ്ടത്. ഒരു വാർത്താലാപ് തയ്യാറാക്കുമ്പോൾ അഥവാ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രസംഗാനുകൂൽ, സന്ദർഭത്തിന് ചേരുന്ന രീതിയിലായിരിക്കണം വാർത്താലാപ് തയ്യാറാക്കേണ്ടത്. രണ്ടാമത്, വാർത്താലാപ് കി ശൈലി, അതായത് ഒരു കോൺവെർസേഷന്റെ ശൈലി കൃത്യമായും പാലിച്ചിരിക്കണം. വിചാർ വിനിമയക്ക് അനുകൂൽ, കമ്മ്യൂണിക്കേഷന് അനുസരിച്ച് ഉള്ളതായിരിക്കണം. വാക്യ യ വാക്യാംശ്, അതായത് ഒരു വാക്യം, ഒരു ഫുൾ സെന്റൻസോ അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ പാർട്ടായിട്ടോ നമുക്ക് ഡയലോഗ് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അവസാനമായി കൊടുത്തിരിക്കുന്ന സരൽ ഓർ ശുദ്ധ ഭാഷ, വളരെ സിമ്പിളായിരിക്കണം, ശുദ്ധമായ ഭാഷാ ശൈലിയായിരിക്കണം പ്രയോഗിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോ കഥാപാത്രത്തിൻ്റെയും പേര് എഴുതി കഴിഞ്ഞാൽ ആ കഥാപാത്രം പറയുന്നതായ ഡയലോഗ് കഥാപാത്രത്തിൻ്റെ പേര് അടിയിലേക്ക് എഴുതാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കഥാപാത്രത്തിൻ്റെ പേര് എഴുതിയതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം ഡയലോഗ് ഉൾപ്പെടുത്താൻ. ഒന്നാമത്തെ ചോദ്യം, ബീർ ബഹുഠിയോങ്കോ ഖോജത്തെ സമയ സാഹിൽ और बेला के बीच വാർത്താലാപ് തയ്യാർ കरें. ബീർ ബഹുഠികളെ അന്വേഷിക്കുന്ന സമയം സാഹിലും ബേലയും തമ്മിലുള്ളതായ സംഭാഷണം സങ്കല്പിച്ചെഴുതുക. ഉത്തരം: സാഹിൽ, देखो बेला वह ये बीर ബഹുഠിയോങ്കോ, നോക്കൂ ബേലെ ഈ ബീർ ബഹുഠികളെ. ബേല, കിത്നാ സുന്ദർ ഹേ, ഇസ്കാ രംഗ് ദേഖോ, എത്ര മനോഹരമാണ്, ഇതിന്റെ നിറം നോക്കൂ. സാഹിൽ, തുമാരെ റിബൺ കെ ജैसे ലാൽ ഹെ, മുലായം ഭി ഹെ, നിന്റെ റിബൺ പോലെ ചുവന്നതാണ്, സോഫ്റ്റുമാണ്. ബേല, ദേഖ്നെ സെ ഖൂൻ കി ബൂന്ദൻ ജैसा लगता है, കണ്ടാൽ രക്തത്തുള്ളികൾ പോലെ തോന്നുന്നു. സാഹിൽ, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ബേല, ഹാ സുന, പെഹലി ഘണ്ടി ലഗ് ഗയി ഹെ, ആ കേട്ടു, ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുന്നു. സാഹിൽ, ലേക്കിൻ മുझे ദുകാൻ സെ പെൻ മേ സ്യാഹി ഭർവാനി ഹെ, പക്ഷെ എനിക്ക് കടയിൽ നിന്ന് പേനയിൽ മഷി നിറയ്ക്കേണ്ടതുണ്ട്. ബേല, തോ ജൽദി ചലേ, ബഹുത് ദേർ ലഗി ഹെ, എങ്കിൽ നമുക്ക് വേഗം പോകാം, വളരെ വൈകിയിരിക്കുന്നു. സാഹിൽ, ठीक है भैया, ठीक है ബേല, ठीक है भैया തെറ്റാണ്, ठीक है ബേല, ആ ശരി ബേലെ. രണ്ടാമത്തെ ചോദ്യം, दुकानदार के पास स्याही भरने के लिए आते समय साहिल, बेला और दुकानदार के बीच वार्तालाप तैयार करें. കടക്കാരൻ്റെ അടുക്കൽ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി എത്തിയതായ സാഹിലും ബേലയും കടക്കാരനോട് സംസാരിക്കുന്ന, ഇവർ 3 പേരും തമ്മിലുള്ള, അതായത് കടക്കാരനും ബേലയും സാഹിലും തമ്മിലുള്ളതായ സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. ഉത്തരം: ബേല, ഭയ്യ ഏക് പെൻ സ്യാഹി ഭർ ദോ, ചേട്ടാ ഒരു പേന മഷി നിറച്ചു തരൂ. ദുക്കാൻദാർ, ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ, കുട്ടി മഷിക്കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ. സാഹിൽ, ബാപ്രേ ക്യാ കറൂമേ, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും.
दुकानदार क्या है बेटा എന്താ കുട്ടി बेला इसने पेन में बची हुई स्याही को जमीन पर छिड़क दिया ഇവൻ പേനയിൽ ശേഷിച്ചിരുന്നായ മഷിയെ തറയിൽ കുടഞ്ഞു കളഞ്ഞു दुकानदार बादल को देखकर घड़े को नहीं ढुलाना चाहिए മേഘത്തെ കണ്ടിട്ട് കുടത്തെ ഉടച്ചു കളയരുത് സാഹിൽ आज मैं कैसे स्कूल जाऊं ഞാൻ ഇന്ന് എങ്ങനെ സ്കൂളിൽ പോകും दुकानदार बेटा स्याही कल मिलेगी किस कक्षा में पढ़ते हो तुम കുട്ടി മഷി നാളെ കിട്ടും നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സാഹിൽ 5वीं അഞ്ചാം ക്ലാസ്സിൽ दुकानदार दोनों രണ്ടുപേരുമാണോ बेला हाँ हम दोनों एक ही सेक्शन में ही पढ़ते हैं അതെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സെക്ഷനിലാണ് പഠിക്കുന്നത് दुकानदार ठीक है बेटे तुम कल आओ तब स्याही मिलेगी ശരി കുട്ടികളെ നിങ്ങൾ നാളെ വരൂ നാളെ നിങ്ങൾക്ക് മഷി കിട്ടും बेला ठीक है भैया ശരി ചേട്ടാ മൂന്നാമത്തെ ചോദ്യം 5वीं कक्षा के रिजल्ट देखने के लिए आते साहिल और बेला के बीच होने वाले वार्तालाप संकल्प करके लिखी 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് നോക്കുന്നതിന് വേണ്ടി വന്നതായ സാഹിലും ബേലയും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ചെഴുതുക ഉത്തരം സാഹിൽ ബേല ഈ സ്കൂൾ മേ ഹമാരെ അന്തിം ദിൻ ഹെ ബേലെ ഈ സ്കൂളിൽ നമ്മുടെ അവസാനത്തെ ദിവസമാണ് ബേല ഹാ സാഹിൽ അതെ സാഹിൽ സാഹിൽ അബ് തും കഹാ പഠോഗി ഇനി നീ എവിടെ പഠിക്കും ബേല മുझे രാജകീയ കന്യാ പാഠശാല മേ പഠായേഗെ എന്നെ റോയൽ ഗേൾസ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കും और तुम നിന്നെയോ സാഹിൽ मुझे അജ്മേർ के स्कूल में भेजने का निश्चय किया है എന്നെ അജ്മേറിലെ സ്കൂളിൽ അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ബേല ഹാ തും കഹാ രഹോഗെ ആ ശരി നീ എവിടെ താമസിക്കും സാഹിൽ വഹാ ഹോസ്റ്റൽ യാ ഛാത്രാവാസ് ഹെ അവിടെ ഹോസ്റ്റൽ ഉണ്ട് ഹോസ്റ്റൽ എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡാണ് ഛാത്രാവാസ് ഹോസ്റ്റൽ ഇംഗ്ലീഷ് വേർഡാണ് ബേല തുമേ ഇത്രേ ദൂർ ക്യോ ഭേജ്തേ ഹേ നിന്നെ ഇത്രയും ദൂരം എന്തിനാണ് അയക്കുന്നത് സാഹിൽ പതാ നഹി അറിയില്ല ബേല അബ് തും ഗുലേര മേ നഹി രഹോഗെ ഇനിയിപ്പം നീ ഗുലേരയിൽ കാണില്ലേ സാഹിൽ നഹി തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാനാ ഇല്ല നിന്റെ റിപ്പോർട്ട് കാർഡ് അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് കാണിക്കൂ ബേല ठीक है तुम भी റിപ്പോർട്ട് കാർഡ് ദിഖാനാ ശരി നീയും നിന്റെ പ്രോഗ്രസ് കാർഡ് കാണിക്കൂ നാലാമത്തെ ചോദ്യം रिपोर्ट कार्ड देखते समय साहिल और बेला के बीच होने वाले वार्तालाप संकल्प करके लिखे റിപ്പോർട്ട് കാർഡ് നോക്കുന്നതായ സമയം സാഹിലും ബേലയും തമ്മിൽ സംസാരിക്കാൻ ഇടയുള്ളതായ കോൺവെർസേഷൻ സങ്കല്പിച്ച് എഴുതുക ഉത്തരം സാഹിൽ ബേല തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാനാ ബേലെ നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ ബേല ठीक है तुम भी റിപ്പോർട്ട് കാർഡ് ദിഖാനാ ശരി നീയും റിപ്പോർട്ട് കാർഡ് കാണിക്കൂ സാഹിൽ ബേല തുമാരി ആങ്ക് മേ ആസു ക്യോ ആ രഹേ ഹേ ബേലെ നിന്റെ കണ്ണുകളിൽ കണ്ണുനീര് വരുന്നത് എന്തുകൊണ്ടാണ് ബേല പതാ നഹി സാഹിൽ എനിക്കറിയില്ല സാഹിൽ തുമാരി ആങ്കേം ഭി ലാൽ ഹോ ഗയി ഹേ ക്യാ നിന്റെ കണ്ണുകളും ചുവന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് സാഹിൽ മുझे മാലൂം നഹി ബേല ക്യോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ബേലെ ബേല ആജ് സേ മേ തുമേ കേസെ ചിടാവും ഇന്ന് മുതൽ ഞാൻ നിന്നെ എങ്ങനെ കളിയാക്കും സാഹിൽ छुट्टियों के दिन हम फिर मिलेंगे बेला അവധി ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം ബേലെ ബേല ठीक है फिर मिलेंगे ശരി നമുക്ക് വീണ്ടും കാണാം സാഹിൽ ठीक है बेला അഞ്ചാമത്തെ ചോദ്യം दीपावली की छुट्टियों के बाद स्कूल आते समय बेला के सिर पर सफेद पट्टी बांधी थी ദീപാവലിയുടെ അവധി ദിവസങ്ങൾ കഴിഞ്ഞ് സ്കൂളിൽ വന്നപ്പോൾ ബേലയുടെ തലയിൽ വെളുത്ത ബാൻഡേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ये देखकर साहिल बहुत परेशान हुआ ഇത് കണ്ടിട്ട് സാഹിൽ വളരെ പരിഭ്രാന്തനായി इस समय साहिल और बेला के बीच होने वाले वार्तालाप संकल्प करके लिखे ഈ സമയം സാഹിലും ബേലയും തമ്മിൽ സംസാരിക്കാൻ ഇടയുള്ളതായ കോൺവെർസേഷൻ സങ്കല്പിച്ച് എഴുതുക ഉത്തരം സാഹിൽ ये क्या हो गया बेला ഇത് എന്തു പറ്റി ബേലേ ബേല छत से गिर गई बहुत दिन हो गए ടെറസിൽ നിന്ന് വീണു വളരെ ദിവസങ്ങളായി साहिल चोट बड़ी है क्या मुറിവ് വലുതാണോ बेला नहीं अब कुछ नहीं आज हम खेल खंडे में गांधी चौक में लंगड़ी ठाक खेलेंगे ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇന്ന് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ഗാന്ധി ചൗക്കില് ലംഗടി ടാങ്ക് എന്ന കളി അല്ലെങ്കിൽ ഒറ്റക്കാലിൽ ചാട്ടം എന്ന കളി കളിക്കും സാഹിൽ നെഹി തേരെ സിർ മേ ഫിർ സേ ചോട്ട് ലേക്ക് ജായേഗി വേണ്ട വേണ്ട നിന്റെ തലയിൽ വീണ്ടും മുറി പറ്റിയാലോ വേല കുച്ച് നെഹി ഹോഗാ സാഹിൽ ഒന്നും സംഭവിക്കില്ല സാഹിൽ സാഹിൽ തോ ഹം ഖേലെങ്കി എങ്കിൽ പിന്നെ നമുക്ക് കളിക്കാം
बेला ठीक है साहिल ശരി സാഹിൽ ആറാമത്തെ ചോദ്യം കവിനെ രാസ്തേ पर एक अपरिचित व्यक्ति को देखा കവി വഴിയിൽ ഒരു അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടു वह निराश था അയാൾ നിരാശനായിരുന്നു കവി और अपरिचित व्यक्ति के बीच होने वाले वार्तालाप तैयार करें കവിയും പരിചയമില്ലാത്ത അല്ലെങ്കിൽ അപരിചിതനായ ആ വ്യക്തിയും തമ്മിൽ സംസാരിക്കാൻ ഇടയുള്ളതായ സംഭാഷണം സങ്കല്പിച്ചെഴുതുക ഉത്തരം കവി ഹാത്ത് ബഠാക്കർ ആ ഉഠിയെ കൈ നീട്ടിക്കൊണ്ട് താങ്കൾ എഴുന്നേറ്റാലും അപരിചിത് ക്യാ ആപ് മുझे जानते हैं എന്താ താങ്കൾക്ക് എന്നെ അറിയാമോ കവി ബിൽക്കുൽ നഹി തീർച്ചയായും ഇല്ല അപരിചിത് ഫിർ ക്യോ മുझे ഉഠാത്തെ हैं പിന്നെ എന്തിനാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്നത് കവി ആപ് നിരാശ് हैं यह मैं जानता താങ്കൾ നിരാശനാണെന്ന് ഞാൻ അറിയുന്നു അപരിചിത് ये आपको कैसे समझ गया ഇത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി കവി मुझे भी पहले निराशा का अनुभव हुआ था എനിക്കും ഇതിനു മുമ്പ് നിരാശയുടേതായ അനുഭവം ഉണ്ടായിരുന്നു इसलिए आपको देखते मुझे मालूम हो गया അതുകൊണ്ട് താങ്കളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപരിചിത് आपका ये स्वभाव मुझे बहुत प्रभावित किया താങ്കളുടെ ഈ സ്വഭാവം എന്നെ വളരെയധികം സ്വാധീനിച്ചു കവി क्या हम कुछ दूर चले നമുക്ക് എന്താ കുറച്ച് സമയം നടന്നാലോ അപരിചിത് ठीक है जी ശരി സാർ ഏഴാമത്തെ ചോദ്യം മോർപാൽ की पढ़ाई 8वीं कक्षा के बाद छूट जाता है മോർപാലിന്റെ പഠിത്തം 8ാം ക്ലാസ്സിന് ശേഷം അവസാനിക്കുന്നു इस विषय पर मिहिर और मोरपाल के बीच बातचीत तैयार करें ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മിഹിറും മോർപാലും തമ്മിൽ സംസാരിക്കാൻ ഇടയുള്ളതായ സംഭാഷണം സങ്കല്പിച്ചെഴുതുക ഉത്തരം മിഹിർ നമസ്തേ മോർപാൽ നമസ്കാരം മോർപാൽ മോർപാൽ നമസ്തേ നമസ്കാരം മിഹിർ തും ക്യോ ഉദാസീൻ ഹോ ബതാओ മുസ്സേ ക്യാ ബാത് ഹേ നീ എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നോട് പറയൂ എന്താ കാര്യം മോർപാൽ तुमसे छिपाने को कुछ नहीं कल से मैं स्कूल नहीं आऊँगा നിന്നോട് ഒളിക്കാൻ എനിക്ക് ഒന്നുമില്ല നാളെ മുതൽ ഞാൻ സ്കൂളിൽ വരില്ല മിഹിർ ക്യാ തുമ്നെ ക്യാ ബതായ എന്താ നീ എന്താ പറഞ്ഞത് മോർപാൽ ठीक ही कहा है मिहिर വാസ്തവം തന്നെയാണ് പറഞ്ഞത് മിഹിർ മിഹിർ फिर तुम क्या करने जा रहे हो പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു മോർപാൽ कल से पिताजी के साथ खेती करने जाऊँगा നാളെ മുതൽ ഞാൻ അച്ഛനോടൊപ്പം കൃഷി ചെയ്യാൻ പോകും മിഹിർ तुमको स्कूल आना बहुत पसंद है ना നിനക്ക് സ്കൂളിൽ വരാൻ വലിയ ഇഷ്ടമല്ലേ മോർപാൽ പസന്ത് ഹേ ലേക്കിൻ मैं मजबूर हूँ ഇഷ്ടമാണ് പക്ഷെ ഞാൻ നിസ്സഹായനാണ് മിഹിർ मुझे स्कूल आना पसंद नहीं है कल से तुम भी नहीं हो तो എനിക്കാണെങ്കിൽ സ്കൂളിൽ വരാൻ ഇഷ്ടമേ ഇല്ല ഇനി നാളെ മുതൽ നീയും കൂടി ഇല്ല എങ്കിൽ മോർപാൽ कोई बात नहीं അത് സാരമില്ല अच्छी तरह പഠോ നന്നായി പഠിക്കോ ഹാ ഫിർ മിലേംഗി നമുക്ക് വീണ്ടും കാണാം മിഹിർ ठीक है മോർപാൽ ശരി മോർപാൽ എട്ടാമത്തെ ചോദ്യം एक दिन रणविजय से स्कूल में भाषण देने के लिए कहा ഒരു ദിവസം रणविजयനോട് സ്കൂളിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി പറഞ്ഞു इस विषय पर परेशान रणविजय और छोटू के बीच बातचीत तैयार करें ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിഭ്രാന്തനായിരിക്കുന്ന रणविजയും छोटूവും തമ്മിൽ ഉള്ളതായ സംഭാഷണം സങ്കല്പിച്ചെഴുതുക ഉത്തരം छोटू या कला नमस्ते रणविजय നമസ്കാരം रणविजय रणविजय नमस्ते നമസ്കാരം छोटू तुम क्यों उदासीन हो നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത് रणविजय कुछ नहीं छोटू ഒന്നുമില്ല छोटू छोटू क्या बात है जो भी हो हल हो जाएगा എന്താ കാര്യം എന്തായാലും പരിഹാരം ഉണ്ടാക്കാം रणविजय मुझसे कल स्कूल में हिंदी में भाषण देने के लिए कहा है എന്നോട് നാളെ സ്കൂളിൽ ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് छोटू वाह अच्छी बात है ना അത് നല്ല കാര്യമല്ലേ रणविजय बात है छोटू मुझे हिंदी अच्छी तरह मालूम नहीं है കാര്യം ഇതാണ് छोटू എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയില്ല छोटू यही बात है ना मैं तुम्हें सहायता करूँगा ഇതാണോ കാര്യം ഞാൻ നിന്നെ സഹായിക്കാം रणविजय बहुत बहुत धन्यवाद छोटू വളരെ വളരെ നന്ദി छोटू छोटू तुम मेरा मित्र हो ना रणविजय मुझसे धन्यवाद देने की आवश्यकता नहीं നീ എൻ്റെ കൂട്ടുകാരനല്ലേ रणविजय എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല रणविजय ठीक है छोटू ശരി छोटू ഒൻപതാമത്തെ ചോദ്യം चार्ली की माँ की आवाज फुसफुसाहट में बदलने के कारण उसको स्टेज से हटना पड़ा ചാർലിയുടെ അമ്മയുടെ ശബ്ദം പിറുപിറുക്കലായി മാറിയതിനാൽ അവർക്ക് സ്റ്റേജിൽ നിന്ന് പിന്മാറേണ്ടതായി വന്നു इसके आधार पर मैनेजर और माँ का वार्तालाप तैयार करें ഇതിനെ അടിസ്ഥാനമാക്കി മാനേജറും അമ്മയും അതായത് ചാർലിയുടെ അമ്മയും തമ്മിലുള്ളതായ സംഭാഷണം സങ്കല്പിച്ചെഴുതുക ഉത്തരം मैनेजर ये क्या हो गई है ना
ചാർലിയുടെ അമ്മയുടെ പേര് ഹന്ന എന്നാണെന്ന് മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെന്ത് പറ്റി ഹന്നെ? ചാർലിക്ക് മാ ഹന്ന നഹി മാലൂം സാബ് ക്യാ ഹോഗി, എന്ത് പറ്റിയെന്ന് അറിയില്ല സർ. മാനേജർ ലോക് ചില്ലാ രഹേ ഹേ അബ് ക്യാ കരേംഗെ, ആളുകളെല്ലാം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും? ഹന്ന മേ ഗാ നഹി സക്തി ഹൂം സാബ്, എനിക്ക് പാടാൻ പറ്റുന്നില്ല സർ. മാനേജർ തുമാര ബേട്ട കഹാ ഹേ, നിന്റെ മകൻ എന്തിയേ? ഹന്ന വ സ്റ്റേജ് കെ പീछे ഹേ, ക്യാ ഹേ സാബ്, അവൻ സ്റ്റേജിന്റെ പുറകിലുണ്ട്, എന്താ സാർ? മാനേജർ ഹം ഉസ്സേ സ്റ്റേജ് पर ले जाए, നമ്മൾ അവനെ നമുക്ക് അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം. ഹന്ന അബേ ക്യാ കർ രഹേ ഹേ സാബ്, വ അഭി തക് സ്റ്റേജ് കെ സാമനെ ആയാ ഹി നഹി, താങ്കൾ ഇത് എന്താണ് പറയുന്നത് സാർ? അവൻ ഇതുവരെ സ്റ്റേജിന് മുൻപിൽ വന്നിട്ടേ ഇല്ല. മാനേജർ അബ് ഓർ കോയി ചാര നഹി ഹെ, ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല. ഉസ്കോ സ്റ്റേജ് पर ले जाओ, അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകൂ. ഹന്ന തോടാ ഹിചക്കർ, അല്പം ഒന്ന് സങ്കോചത്തോടുകൂടി. ठीक है സാബ്, ശരി സാർ. മാനേജർ ജൽദി കറോ, വേഗം ചെയ്യൂ. 10ാമത് ചോദ്യം. മാനേജർ के ആദേശാനുസാർ ചാർലി की मां ചാർലി को സ്റ്റേജ് पर लाने की तैयारी में है. മാനേജറുടെ നിർദ്ദേശാനുസരണം ചാർലിയുടെ അമ്മ ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. इस अवसर पर ചാർലി और मां के बीच का वार्तालाप तैयार करें. ഈ സാഹചര്യത്തിൽ ചാർലിയും ചാർലിയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ചെഴുതുക. ഉത്തരം മാ ഹന്ന ചാർലി കെ പാസ് ജാക്കർ, ചാർലിയുടെ അടുക്കൽ എത്തിയിട്ട് ചാർലി ബേട്ടാ, മോനെ ചാർലി. ചാർലി ക്യാ ഹേ മാ, എന്താ അമ്മേ? മാ ബേട്ടാ യേ ദേഖോ ലോഗ് ചില്ലാ രഹേ ഹേ, മോനെ ഇത് നോക്കൂ, ആളുകളെല്ലാം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ചാർലി ഇസ്ലേ ക്യാ, അതുകൊണ്ട് എന്താ? മാ തും സ്റ്റേജ് पर आकर कुछ करो, നീ സ്റ്റേജിൽ ചെന്ന് എന്തെങ്കിലും ചെയ്യൂ. ചാർലി മാ മേ ക്യാ കറൂം, അമ്മേ ഞാൻ എന്ത് ചെയ്യാനാ? മാ തുമ്നെ പിछले दिन मेरी सहेलियों के सामने गाना गाया है ना, वही यहाँ करो, നീ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരികളുടെ മുമ്പിൽ പാട്ടൊക്കെ പാടിയില്ലേ, അത് തന്നെ ഇവിടെയും ചെയ്യൂ. ചാർലി മാ വഹാബ്കി സഹേലിയോ കെ സാമനെ ഹെ നാ, അത് അമ്മയുടെ കൂട്ടുകാരികളുടെ മുമ്പിലല്ലേ. വേ മേരെ പരിചിത് ഹെ, അവരെല്ലാം എൻ്റെ പരിചയക്കാരല്ലേ. ലേക്കിൻ അപരിചിത് ലോഗോ കെ സാമനെ മേ കൈസേ ഗാവും, എന്നാൽ പരിചയമില്ലാത്ത ആളുകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പാടും? മാ കുച്ച് നഹി ഹോഗാ ബേട്ട, ഒന്നും സംഭവിക്കില്ല മോനെ. ജൽദി മേരെ സാത്ത് ആവോ और मैं कहने की जैसे करो, എന്നോടൊപ്പം വേഗം വന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യൂ. ചാർലി ठीक है മാ, ശരി അമ്മേ. ഇത്രയുമാണ് നമ്മൾ വാർത്താലാപ് ആയിട്ട് ഈ 5 പാഠങ്ങളിൽ നിന്ന് കാണുന്നത്. അടുത്തത് പട്കഥ അഥവാ സ്ക്രിപ്റ്റ്. ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ: ഒന്ന് ദൃശ്യം, അതായത് സീൻ നമ്പർ കൊടുക്കണം. രണ്ടാമതായി സ്ഥലം കൊടുക്കണം. മൂന്നാമത് സമയം കൊടുക്കണം, ഏത് സമയത്ത് നടക്കുന്നുള്ളത്. പിന്നെ ഈ പട്കഥ, ഈ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുന്ന കഥാപാത്രങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് കൊടുക്കണം. പിന്നെ ദൃശ്യക്ക ലേഖുവിവരൺ ഓർ വേഷഭൂഷ, ദൃശ്യത്തെ സംബന്ധിക്കുന്ന ലേഖുവിവരണവും അതുപോലെ കഥാപാത്രങ്ങളുടെ വേഷഭൂഷയും നമുക്ക് എഴുതാവുന്നതാണ്. അവസാനമായിട്ടാണ് നമ്മൾ സംവാദ് അഥവാ ഡയലോഗ് ഉൾപ്പെടുത്താനുള്ളത്. സംവാദ് അഥവാ ഡയലോഗ് എഴുതുമ്പോൾ വളരെ നാച്ചുറൽ ആയിരിക്കണം, അതായത് സ്വാഭാവിക്. മറ്റൊന്ന് പാത്രാനുകൂൽ, കഥാപാത്രങ്ങൾക്ക് ചേരുന്ന രീതിയിൽ ആയിരിക്കണം. ഒന്നാമത്തെ ചോദ്യം, बीर बहुटियों को खोजते समय साहिल और बेला से संबंधित पटकथा लिखें. ബീർ ബഹുട്ടികളെ അന്വേഷിക്കുന്ന സമയം സാഹിലും ബേലയും തമ്മിൽ ഉള്ള സംഭാഷണവുമായി ബന്ധപ്പെട്ടുള്ളതായ സ്ക്രിപ്റ്റ് അഥവാ പട്കഥ തയ്യാറാക്കുക. ഈ സ്ക്രിപ്റ്റ് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ഒന്നാമത്തെ മോഡൽ ദൃശ്യ ഏക്. ദൃശ്യ ഏക് അത് സാധാരണ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുന്നതിനേക്കാൾ കുറച്ച് വലുപ്പം കൂട്ടി എഴുതണം. സ്ഥാൻ സ്കൂൾ കെ രാസ്തേക്ക് സഡക്, സ്ഥലം സ്കൂളിലേക്കുള്ള വഴിയിലെ സ്കൂളിലേക്കുള്ള റോഡ്. സമയം സവേരെ 8:30 ബജെ, രാവിലെ 8:30. പാത്ര സാഹിൽ ഓർ ബേല, കഥാപാത്രങ്ങൾ സാഹിലും ബേലയും. സ്കൂൾ കെ രാസ്തേക്ക് സഡക്, സ്കൂളിലേക്കുള്ള വഴി. കിനാരെ മൂങ് ഫലിയോ കെ ഖേത്, തൊട്ട് അരികിലായി നിലക്കടലയുടെ കൃഷിയിടങ്ങൾ. വഹ 5वीं कक्षा के 2 बच्चे बेला और साहिल स्कूल की वर्दी पहनकर बीर बहूटियों को खोज रही है. അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ, അതായത് ബേലയും സാഹിലും സ്കൂൾ യൂണിഫോം ധരിച്ച് ബീർ ബഹുട്ടികളെ പരുതിക്കൊണ്ടിരിക്കുന്നു. ബേല പ്രസന്നദാസ്യ, ബേല സന്തോഷത്തോടി. ദേഖോ സാഹിൽ ഇൻ ബീർ ബഹുട്ടിയോ കോ, നോക്കൂ സാഹിൽ ഈ ബീർ ബഹുട്ടികളെ.
സാഹിൽ मैंने देखा इनका रंग तुम्हारे रिबन के जैसे लाल है. ഞാൻ കണ്ടു ഇവയുടെ നിറം നിന്റെ റിബൺ പോലെ ചുവന്നതാണ്. ബേല ഹാ ഹാ കിത്നാ സുന്ദർ. അതെ അതെ എത്ര മനോഹരമാണ്. സാഹിൽ തുമ്നെ കുछ सुना ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേലേ? ബേല ഹാ സുന സ്കൂൾ മേ പഹലി ഘണ്ടി ലഗി ഹെ. കേട്ടോ, സ്കൂളിൽ ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുന്നു. സാഹിൽ तो हम जाए, मुझे दुकान से पेन में स्याही भी भरवानी है. എങ്കിൽ പിന്നെ നമുക്ക് പോകാം, എനിക്ക് കടയിൽ നിന്ന് പേനയിൽ മഷി നിറക്കേണ്ടതുണ്ട്. ബേല तो जल्दी चलें, എങ്കിൽ പിന്നെ നമുക്ക് വേഗം പോകാം. ഇതിന്റെ രണ്ടാമത്തെ മോഡൽ ഈ രീതിയിലാണ് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടത് എല്ലാം ദൃശ്യ നമ്പർ മുതൽ എല്ലാം താഴേക്ക് എഴുതിയിരിക്കുന്നതിന് പകരം ഇവിടെ ദൃശ്യ എ അല്ലെങ്കിൽ ഏത് നമ്പറാണോ കൊടുക്കുന്നത് അത് ദൃശ്യ എന്ന് എഴുതിയിട്ട് എഴുതുക. അത് ഇങ്ങനെ മിഡിലായിട്ട് വരത്തക്ക രീതിയിൽ കൊടുക്കുക. അതിനുശേഷം സ്ഥാൻ, സമയ, പാത്ര, ലേഖു വിവരൺ ഇത്രയും കാര്യങ്ങൾ ഈ ബോക്സിനെ രണ്ടായി തിരിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായി കൊടുക്കുക. റൈറ്റ് സൈഡിലാണ് സംവാദ് അഥവാ വാർത്താലാപ് വരേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഴുതുന്ന രീതിയിൽ മാത്രം മാറ്റമുണ്ടെന്നേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം, दुकानदार के पास स्याही भरने के लिए आते समय दुकानदार साहिल और बेला के बीच होने वाली पटकथा संकल्प करके लिखे. ഇവിടെ കടക്കാരന്റെ അടുക്കൽ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി വന്നതായ സമയം കടക്കാരനും സാഹിലും ബേലയും തമ്മിലുള്ളതായ സംഭാഷണം സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ തയ്യാറാക്കുക. ഉത്തരം ദൃശ്യ 2. ദൃശ്യം 2, സ്ഥാൻ സ്കൂൾ കെ റാസ്തേക്ക് ഏക് ദുകാൻ. സ്കൂളിലേക്കുള്ള വഴിയിൽ അരികിൽ ഉള്ള ഒരു കട. സമയ സവേരെ 9:30 ബജെ. സമയം രാവിലെ 9:30 മണി. പാത്ര സാഹിൽ, ബേല और ദുക്കാൻദാർ. കഥാപാത്രങ്ങൾ സാഹിലും ബേലയും കടക്കാരനും. സ്കൂൾ കെ രാസ്തേക്ക് ദുക്കാൻ. സ്കൂളിലേക്കുള്ള വഴിയരികിലുള്ളതായ കട. വഹാ ബേല और സാഹിൽ സ്കൂൾ കി വർദി പഹൻകർ ഖഡേ രഹേ. അവിടെ ബേലയും സാഹിലും സ്കൂൾ യൂണിഫോം ധരിച്ചു നിൽക്കുന്നു. ദുക്കാൻ മേ 50 വർഷ കാ ദുക്കാൻദാർ. കടയിൽ 50 വയസ്സുള്ളതായ കടക്കാരനുണ്ട്. ബേല ദുക്കാൻദാർ സെ. ബേല കടക്കാരനോട് ഭായി ഏക് പെൻ സ്യാഹി ഭർ ദോ. ഭായി അല്ലെങ്കിൽ ഭയ്യ ചേട്ട എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കൊടുക്കാം. ഭയ്യ ഏക് പെൻ സ്യാഹി ഭർ ദോ. ഒരു പേന മഷി നിറച്ചു തരൂ. ദുക്കാൻദാർ ബേഠാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ. കുട്ടി മഷിക്കുപ്പി ഇപ്പൊ കാലിയായതേ ഉള്ളൂ. ബേല ലേക്കിൻ ഇസ്നെ പെൻ മേ ബച്ചി ഹുയി സ്യാഹി കോ ജമീൻ പർ ഛിടക് ദിയ. പക്ഷെ ഇവൻ പേനയിൽ ശേഷിച്ചിരുന്നതായ മഷി തറയിൽ കുടഞ്ഞു കളഞ്ഞു. ദുക്കാൻദാർ ബാദൽ കോ ദേക്കർ ഘടേ കോ നഹി ഠുലാന ചാഹെ. മേഘത്തെ കണ്ടിട്ട് കുടത്തെ ഉടച്ചു കളയരുത്. സാഹിൽ ആപ് ക്യാ കറോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ദുക്കാൻദാർ ബേഠാ സ്യാഹി കൽ മിലേഗി കൽ ആവോ. കുട്ടി മഷി നാളെ കിട്ടും, നാളെ വരൂ. സാഹിൽ ഠീക് ഹെ ഹം കൽ ആയേംഗെ. ശരി, ഞങ്ങൾ നാളെ വരാം. മൂന്നാമത്തെ ചോദ്യം, 5वीं कक्षा के रिजल्ट देखने के लिए आते समय साहिल और बेला से संबंधित प्रसंग पर पटकथा तैयार करें. 5ാം ക്ലാസ്സിലെ റിസൾട്ട് നോക്കുന്നതിന് വേണ്ടി വന്നതായ സമയം സാഹിലും ബേലയും തമ്മിലുള്ളതായ സംഭാഷണത്തെ പട്കഥ അഥവാ സ്ക്രിപ്റ്റ് രൂപത്തിൽ തയ്യാറാക്കുക. ഉത്തരം ദൃശ്യ 9. ദൃശ്യം 9, സ്ഥാൻ സ്കൂൾ കാ ആംഗൻ. സ്ഥലം സ്കൂളിന്റെ മുറ്റം. സമയ 10 ബജെ. സമയം 10 മണി. പാത്ര സാഹിൽ और बेला. കഥാപാത്രങ്ങൾ സാഹിലും ബേലയും. സ്കൂൾ കെ ആംഗൻ മേ ബേല और സാഹിൽ ഖड़े होते हैं. സ്കൂളിന്റെ മുറ്റത്ത് ബേലയും സാഹിലും നിൽക്കുന്നു. ദോനോ സ്കൂൾ വർദി മേ ഹെ. രണ്ടുപേരും സ്കൂൾ യൂണിഫോമിലാണ്. വർദി എന്നുള്ളതിന്റെ അർത്ഥം യൂണിഫോം. ദോനോ കെ ഹാഥോ മേ അപ്നെ അപ്നെ റിപ്പോർട്ട് കാർഡ് ഹെ. രണ്ടുപേരുടെയും കൈകളിൽ അവരവരുടെ റിപ്പോർട്ട് കാർഡ്, പ്രോഗ്രസ് കാർഡുകളുണ്ട്. ദോനോ ദുഃഖി ഹെ. അവർ രണ്ടുപേരും ദുഃഖിതരാണ്. സാഹിൽ തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന. സാഹിൽ നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ. ബേല ഠീക് ഹെ തും ഭി റിപ്പോർട്ട് കാർഡ് ദിഖാന. ശരി, നീയും നിന്റെ പ്രോഗ്രസ് കാർഡ് കാണിക്കൂ. अब तुम कहाँ പഠോगे? ഇനി നീ എവിടെ പഠിക്കും? സാഹിൽ മുझे അജ്മേർ കെ സ്കൂൾ മേ ഭേജേഗി. എന്നെ അജ്മേറിലെ സ്കൂളിൽ അയക്കും. തും കहाँ പഠോगी? നീ എവിടെയായിരിക്കും പഠിക്കുന്നത്? ബേല മുझे രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കിൽ. എന്നെ റോയൽ ഗേൾസ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കും. അജ്മേർ മേ തും കहाँ രഹോगे? അജ്മേറിൽ നീ എവിടെയാണ് താമസിക്കുക? സാഹിൽ വഹാ ഹോസ്റ്റൽ ഹെ. അവിടെ ഹോസ്റ്റലുണ്ട്. തുമാരി ആँख में आंसू क्यों आ रहे हैं? വേല നിന്റെ കണ്ണുകളിൽ കണ്ണുനീര് വരുന്ന എന്താണ്? ബേല ഡബ് ഡബായി ആँखों से हंसते हैं. നിറഞ്ഞ തുളുമ്പുന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട്. പതാ നഹി തുമാരി ആँखें भी लाल होती है क्या? അറിയില്ല, നിന്റെ കണ്ണുകളും ചുവന്നിരിക്കുന്നത് എന്താണ്?
दोनों दुखी मन से आंगन की दोनों ओर जाते हैं. രണ്ടുപേരും ദുഃഖം ഉള്ളതായ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നതായ മനസ്സോടെ ആ മുറ്റത്തിന്റെ രണ്ട് ഭാഗത്തേക്കും പോകുന്നു. നാലാമത്തെ ചോദ്യം, മോർപാൽ की पढ़ाई 8वीं कक्षा के बाद छूट जाता है. മോർപാലിന്റെ പഠിത്തം 8ാം ക്ലാസ്സിൽ വെച്ച് അവസാനിക്കുന്നു. इस विषय पर मिहिर और मोरपाल की बातचीत पटकथा के रूप में लिखें. ഈ വിഷയത്തെ സംബന്ധിച്ച് മിഹിറും മോർപാലും തമ്മിൽ സംസാരിക്കാൻ ഇടയുള്ളതായ ആ കോൺവെർസേഷൻ സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ തയ്യാറാക്കുക. ഉത്തരം ദൃശ്യ 4. സീൻ 4. സ്ഥാൻ സ്കൂൾ കാ ആംഗൻ, സ്ഥലം സ്കൂളിന്റെ മുറ്റം. സമയ ദുപഹർ, സമയം ഉച്ച. പാത്ര മിഹിർ ഓർ മോർപാൽ, കഥാപാത്രങ്ങൾ മിഹിറും മോർപാലും. മിഹിർ ഓർ മോർപാൽ ഖാനാ ഖാ രഹേ ഹെ, മിഹിറും മോർപാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ദോനോ ബഹുത് ഉദാസീൻ ഹെ, രണ്ടുപേരും വളരെ സങ്കടത്തിലാണ്. മിഹിർ, തും ക്യോ ഉദാസീൻ ഹോ, ബതാവോ മുസ്സേ ക്യാ ബാത് ഹെ, നീ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്, പറയൂ എന്നോട്, എന്താ കാര്യം. മോർപാൽ, തുംസെ ഛിപ്പാനെ കി കുച്ച് നഹി ഹെ, കൽ സേ മേ സ്കൂൾ നഹി ആവുക, നിന്നോട് ഒളിക്കാൻ ഒന്നുമില്ല, നാളെ മുതൽ ഞാൻ സ്കൂളിൽ വരില്ല. മിഹിർ, ഫിർ തും ക്യാ കർനെ ജാ രഹേ ഹോ, നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു. മോർപാൽ, കൽ സേ പിതാജി കോ ഖേത്തി മേ സഹായത കർനെ ജാവുക, നാളെ മുതൽ അച്ഛനെ കൃഷിയിൽ സഹായിക്കാനായിട്ട് പോകും. മിഹിർ, തുംകോ സ്കൂൾ ആന ബഹുത് പസന്ദ് ഹെ നാ, നിനക്ക് സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടമല്ലേ. മോർപാൽ, പസന്ദ് ഹെ ലേക്കിൻ മേ മജ്ബൂർ ഹും, ഇഷ്ടമാണ് പക്ഷെ ഞാൻ നിസ്സഹായനാണ്. മിഹിർ, മുझे സ്കൂൾ ആന പസന്ദ് നഹി, കൽ സേ തും ഭി നഹി ഹോത്തോ, എനിക്കാണെങ്കിൽ സ്കൂളിൽ വരാൻ ഇഷ്ടമേ ഇല്ല, നാളെ മുതൽ നീയും കൂടി ഇല്ല എങ്കിൽ. മോർപാൽ, कोई बात नहीं, अच्छी तरह पढ़ो, हम फिर मिलेंगे. ഒരു അതൊന്നും സാരമില്ല, നന്നായി പഠിക്കൂ, നമുക്ക് വീണ്ടും കാണാം. മിഹിർ, ठीक है മോർപാൽ, ശരി മോർപാൽ. അഞ്ചാമത്തെ ചോദ്യം, ചാർലി और चार्ली की माँ के बीच की बातचीत पटकथा के रूप में तैयार करें. ചാർലിയും ചാർലിയുടെ അമ്മയും തമ്മിലുള്ളതായ സംഭാഷണം സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ തയ്യാറാക്കുക. ദൃശ്യ 2. സ്ഥാൻ പ്രസിഡൻസി ഹാൾ ലണ്ടൻ. സീൻ 2. സ്ഥലം ലണ്ടനിലെ പ്രസിഡൻസി ഹാൾ. സമയം രാത് കോ 7:30 ബജെ, രാത്രി 7:30 മണി. പാത്ര ചാർലി, ചാർലിക്ക് മാ ഹന്ന, കഥാപാത്രങ്ങൾ ചാർലിയും ചാർലിയുടെ അമ്മ ഹന്നയും. ദർശക് ചില്ലാ രഹേ ഹെ, ചാർലിക്ക് മാ ബഹുത് പരേഷാൻ ഹെ, ഓഡിയൻസ് എല്ലാം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ചാർലിയുടെ അമ്മ വളരെ പരിഭ്രാന്തയാണ്. മാ, ബേഠാ യേ ദേഖോ ലോഗ് ചില്ലാ രഹേ ഹെ, മോനെ ഇത് നോക്കൂ, ആളുകളെല്ലാം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ചാർലി, മാ മേ ക്യാ കറൂം, അമ്മ ഞാൻ എന്ത് ചെയ്യും. മാ, തുമ്നെ പിछले दिन मेरी സഹേലിയോं के सामने गाना गाया है ना, वही यहाँ करो, കഴിഞ്ഞ ദിവസം നീ എൻ്റെ കൂട്ടുകാരികൾക്ക് മുമ്പിൽ പാട്ട് പാടിയില്ലേ, അത് തന്നെ നീ ഇവിടെ ചെയ്യൂ. ചാർലി, മാ യഹ് ആപ്കി സഹേലിയോं के सामने है ना, അത് താങ്കളുടെ അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടുകാരികളുടെ മുമ്പിലല്ലേ. വേ മേരെ പരിചിത് ഹേ, അവരെല്ലാം എൻ്റെ പരിചയക്കാരല്ലേ. ലേക്കിൻ അപരിചിത് ലോഗോं के सामने मैं कैसे गाऊं, എന്നാൽ പരിചയമില്ലാത്ത ആളുകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പാടും. മാ, കുച്ച് നഹി ഹോഗാ ബേഠാ, ഒന്നും സംഭവിക്കില്ല മോനെ. ജൽദി മേരെ സാത്ത് ആക്കർ മേ कहने की जैसा करूं, വേഗം എൻ്റെ കൂടെ വന്ന് ഞാൻ പറയുന്ന പോലെ ചെയ്യൂ. ചാർലി, ठीक है माँ, ശരി അമ്മേ. ആറാമത്തെ ചോദ്യം, മാനേജർ और चार्ली की माँ हन्ना के बीच की बातचीत पटकथा के रूप में तैयार करें. മാനേജരും ചാർലിയുടെ അമ്മ ഹന്നയും തമ്മിൽ ഉള്ള സംഭാഷണം സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ തയ്യാറാക്കുക. ദൃശ്യ 1. സ്ഥാൻ പ്രസിഡൻസി ഹാൾ ലണ്ടൻ. സീൻ 1. സ്ഥലം ലണ്ടനിലെ പ്രസിഡൻസി ഹാൾ. സമയം രാത് കോ 7 ബജെ, സമയം രാത്രി 7 മണി. പാത്ര ചാർലിക്ക് മാ ഹന്ന और മാനേജർ, കഥാപാത്രങ്ങൾ ചാർലിയുടെ അമ്മ ഹന്നയും മാനേജരും. ദർശക് ചില്ലാ രഹേ ഹെ, ഓഡിയൻസ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. മാനേജർ और ചാർലിക്ക് മാ ബഹുത് പരേഷാൻ ഹെ, മാനേജരും ചാർലിയുടെ അമ്മയും വളരെ പരിഭ്രാന്തരാണ്. മാനേജർ, ലോഗ് ചില്ലാ രഹേ ഹെ, അബ് ക്യാ കരേംഗെ, ആളുകളെല്ലാം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും. ഹന്ന, മേ ഗാ നഹി സക്തി ഹൂം സാബ്, എനിക്ക് പാടാൻ സാധിക്കുന്നില്ല സർ. മാനേജർ, തുമാരാ ബേട്ട കഹാ ഹേ, ഹം ഉസേ സ്റ്റേജ് पर ले जाएं, നിന്റെ കുട്ടി എന്തിയേ, നിന്റെ മകൻ എന്തിയേ, നമുക്ക് അവനെ സ്റ്റേജിലേക്ക് അയക്കാം. ഹന്ന, അബ് ക്യാ കർ രഹേ ഹേ സാബ്, താങ്കൾ ഇത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർ. വഹ അഭി തക് സ്റ്റേജ് കെ സാമനെ നഹി ആയ ഹെ, അവൻ ഇതുവരെ സ്റ്റേജിന് മുമ്പിൽ വന്നിട്ടേ ഇല്ല. മാനേജർ, അബ് ഓർ കോയി ചാര നഹി ഹെ, ഇപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല. അബ് ഉസ്കോ സ്റ്റേജ് पर ले जाओ, അവനെ ഇപ്പോൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകൂ. ഹന്ന തോടാ ഹിചക് കർ, ഹന്ന അല്പം സങ്കോചത്തോടെ, ठीक है സാബ്, ശരി സർ. ഏഴാമത്തെ ചോദ്യം, एक दिन रणविजय से स्कूल में भाषण देने के लिए कहा,
परेशान रणविजय और छोटू की बातचीत पटकथा के रूप में तैयार करें. ഒരു ദിവസം രൺവിജയനോട് സ്കൂളിൽ പ്രസംഗിക്കുന്നതിനായി പറഞ്ഞു. പരിഭ്രാന്തനായ രൺവിജയും ഛോട്ടുവും തമ്മിലുള്ള സംഭാഷണം സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ തയ്യാറാക്കുക. ഉത്തരം ദൃശ്യ 8 സീൻ 8. സ്ഥാൻ ഠാണിക്ക് ഏക് ചായ് की दुकान. ഠാണിയിലെ ഒരു ചായക്കട. സമയ शाम को 4 बजे. സമയം വൈകുന്നേരം 4 മണി. പാത്ര ഛോട്ടു और रणविजय. കഥാപാത്രങ്ങൾ ഛോട്ടുവും रणविजय. रणविजय बहुत उदास रहता है. रणविजय വളരെ സങ്കടപ്പെട്ടിരിക്കുന്നു. छोटू उसके पास बैठता है. छोटू അവന്റെ അടുക്കൽ ഇരിക്കുന്നു. छोटू तुम क्यों उदासीन हो? നീ എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? रणविजय मुझसे कल स्कूल में हिंदी में भाषण देने के लिए कहा है. എന്നോട് നാളെ സ്കൂളിൽ ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. छोटू वह अच्छी बात है ना? അത് നല്ല കാര്യമല്ലേ? रणविजय बात यह है छोटू, കാര്യം ഇതാണ് छोटू, मुझे हिंदी अच्छी तरह मालूम नहीं है. എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയില്ല. छोटू यही बात है ना, मैं तुम्हें सहायता करूंगा. ഇതാണ് കാര്യം, ഞാൻ നിന്നെ സഹായിക്കാം. रणविजय बहुत बहुत धन्यवाद छोटू. വളരെ വളരെ നന്ദി छोटू. छोटू तुम मेरा मित्र हो ना? നീ എൻ്റെ കൂട്ടുകാരനല്ലേ? മുസ്സെ ധന്യവാദ് देने की आवश्यकता नहीं. എന്നോട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. रणविजय ठीक है छोटू. ശരി छोटू. ഇത്രയുമാണ് നമ്മൾ ഈ 5 പാഠങ്ങളിൽ നിന്നായി കാണുന്നതായ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പട്കഥ. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പോസ്റ്റർ പരിചയപ്പെടുകയാണ്. പോസ്റ്റർ പ്രധാനമായി 2 തരത്തിലാണുള്ളത്. ഒന്ന് സന്ദേശാത്മക പോസ്റ്റർ, അതായത് മെസ്സേജസ് മാത്രം ഉൾക്കൊള്ളുന്നതായ പോസ്റ്റർ. രണ്ടാമത്തേത് വിവരണാത്മക പോസ്റ്റർ, അതായത് ഏതെങ്കിലും സ്കൂളിലോ ഏതെങ്കിലും സ്ഥലത്തോ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുള്ളതായ പോസ്റ്ററാണ് വിവരണാത്മക പോസ്റ്റർ. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ: ഘടന, എന്ത് സംഭവമാണെന്ന് കൊടുക്കണം. സ്ഥാൻ, ഏത് സ്ഥലത്ത് നടക്കുന്നു എന്ന് കൊടുക്കണം. താരിഖ് അഥവാ ദിനാങ്ക്, ഏത് തീയതിയിൽ നടക്കുന്നു എന്ന് കൊടുക്കണം. സമയം, ഏത് സമയത്ത് നടക്കുന്നു എന്ന് കൊടുക്കണം. വിവരണാത്മക പോസ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സച്ചി മിത്രതാ കാ സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ. യഥാർത്ഥ സൗഹൃദം എന്ന കാര്യത്തെ സംബന്ധിച്ച് മെസ്സേജ് നൽകുന്ന തരത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കുക. ഇത് സന്ദേശാത്മക പോസ്റ്ററാണ്. ഉത്തരം സച്ചി മിത്രദാസെ ഭവിഷ്യ ഉജ്വൽ ബനായേക. ഈ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ തീർച്ചയായും ബോർഡർ കൊടുത്തിരിക്കണം, അത് മറന്നു പോകരുത്. യഥാർത്ഥ സൗഹൃദത്താൽ നമ്മുടെ ഭാവി ഉജ്ജ്വലമാകും. സച്ചെ മിത്ര സച്ചെ മാർഗദർശക് ഭി ഹെ. യഥാർത്ഥ കൂട്ടുകാരൻ യഥാർത്ഥ വഴികാട്ടിയും കൂടിയാണ്. സച്ചെ മിത്രോകോ അപ്നായേം, നല്ല സുഹൃത്തുക്കളെ സ്വന്തമാക്കൂ. സുന്ദർ ഭവിഷ്യ ബനായേം, സുന്ദരമായ ഭാവി ഉണ്ടാക്കൂ. സൗഹൃദ ക്ലബ് സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. സൗഹൃദ ക്ലബ് ഗവൺമെൻറ് ഹൈസ്കൂൾ സ്ഥലം. നമ്മൾ പോസ്റ്റർ ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ സ്കൂളിൻ്റെ പേരോ നമ്മുടെ പേരോ ഒന്നും പോസ്റ്ററിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതിന് പകരം സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ, അതായത് ഗവൺമെൻറ് ഹൈസ്കൂൾ സ്ഥലം എന്ന് മാത്രമേ കൊടുക്കാവൂ. രണ്ടാമത്തെ ചോദ്യം, ആപ്കി സ്കൂൾ മേ ബീർ ബഹുട്ടി നാമക് കഹാനി കോ ഏകാംഗി കെ രൂപ് മേ അവതരൺ കർനെ ജാ രഹേ ഹൈ. നിങ്ങളുടെ സ്കൂളിൽ ബീർ ബഹുട്ടി എന്ന പേരുള്ള കഥയെ നാടകത്തിന്റെ രൂപത്തിൽ, ഏകാംഗത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നു. ഇസ്കിലെ പോസ്റ്റർ തയ്യാറാക്കുക. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഇത് വിവരണാത്മക പോസ്റ്ററാണ്. ഈ വിവരണാത്മക പോസ്റ്റർ നമുക്ക് 2 തരത്തിൽ എഴുതാവുന്നതാണ്. ഒന്നാമത്തെ മോഡൽ ഇവിടെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ്. സച്ചി മിത്രത അൻമോൽ സമ്പത്തി ഹെ. യഥാർത്ഥ സൗഹൃദം അമൂല്യമായ സ്വത്താണ്. 5वीं कक्षा के 2 छात्रों की सच्ची मित्रता की कहानी बीर बहुटी. 5ാം ക്ലാസ്സിലെ 2 കുട്ടികളുടെ യഥാർത്ഥ സൗഹൃദത്തിന്റെ കഥ ബീർ ബഹുട്ടി. ഏകാംഗീകരൺ 10वीं कक्षा के छात्र, അതായത് നാടക അവതരണം നാടകരൂപത്തിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. സ്ഥാൻ സ്കൂൾ സഭാഗൃഹം. സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. താരീഖ് 10 ജൂലൈ 2021. തീയതി 2021 ജൂലൈ 10. സമയ സവേരെ 10 ബജെ. സമയം രാവിലെ 10 മണി. സബ്കാ സ്വാഗത് സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. എല്ലാവർക്കും സ്വാഗതം ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥലം. ഇതിന്റെ രണ്ടാമത്തെ മോഡൽ ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. 10वीं कक्षा के छात्रों की ओर से बीर बहुटी 5वीं कक्षा के 2 बच्चों की मित्रता की कहानी एकांगी के रूप में.
10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ബീർ ബോട്ടി 5ാം ക്ലാസ്സിലെ 2 കുട്ടികളുടെ സൗഹൃദത്തിന്റെ കഥ ഏകാംഗത്തിന്റെ രൂപത്തിൽ സ്കൂൾ സഭാഗൃഹമേ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത് സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. എല്ലാവർക്കും സ്വാഗതം. ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥലം. 10 ജൂലൈ 2021 സവേരെ 10 ബജെ. ഈ രീതിയിലും നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. 3ാമത്തെ ചോദ്യം, അപ്നെ സ്കൂൾ മേ സച്ചി മിത്രത വിഷയ പർ സംഗോഷ്ഠി ചലാനെ വാല ഹൈ. നിങ്ങളുടെ സ്കൂളിൽ യഥാർത്ഥ സൗഹൃദം എന്ന പേരിൽ അല്ലെങ്കിൽ സച്ചി മിത്രത എന്ന വിഷയത്തെ സംബന്ധിച്ച് സെമിനാർ നടത്താൻ പോകുന്നു. ഇസ്കെലിയെ ഏക് പോസ്റ്റർ, സംഗോഷ്ഠി എന്നുള്ളതിന്റെ അർത്ഥം സെമിനാർ. ഇസ്കെലിയെ ഏക് പോസ്റ്റർ തയ്യാർ കരീം. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഉത്തരം, സച്ചേ മിത്ര അൻമോൾ സമ്പത്തി ഹേ. യഥാർത്ഥ കൂട്ടുകാരൻ യഥാർത്ഥ സ്വത്താണ്. 10വീं കക്ഷാ കി ഛാത്രാവോ കി ഓർ സേ സംഗോഷ്ഠി, അതായത് ഛാത്ര എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനികൾ എന്നാണ്, വിദ്യാർത്ഥികൾ എന്നാണെങ്കിൽ ഛാത്രോ കി ഓർ സേ എന്ന് കൊടുക്കാം. അപ്പോൾ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളുടെ ഭാഗത്തു നിന്ന് സെമിനാർ സച്ചി മിത്രത സ്കൂൾ സഭാഗൃഹമേ യഥാർത്ഥ സൗഹൃദം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. 2021 ജൂലൈ 20 2021 ജൂലൈ 20 സവേരെ 10 ബജെ രാവിലെ 10 മണിക്ക് സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥലം. അടുത്തത്, हताशा से एक व्यक्ति बैठ गया था नामक कविता की टिप्पणी के आधार पर एक संदेशात्मक पोस्टर तैयार करें. हताशा से एक व्यक्ति बैठ गया था എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണിയെ അടിസ്ഥാനമാക്കി ഒരു संदेशात्मक पोस्टर तैयाराക്കുക. उत्तरम, एक व्यक्ति की हताशा दूर करने के लिए उसको जानने की आवश्यकता नहीं. ഒരു വ്യക്തിയുടെ സങ്കടം ദൂരീകരിക്കുന്നതിന് വേണ്ടി അയാളെ അറിയേണ്ട ആവശ്യമില്ല. അസഹായ വ്യക്തിയോട് ഹതാശ ദൂർ കരീം. ആരാലും സഹായമില്ലാത്ത ആളുകളുടെ സങ്കടം ദൂരീകരിക്കൂ. ഉनको ആശ്വാസം ദേ, അവരെ ആശ്വസിപ്പിക്കൂ. യേ ഹമാരാ കർത്തവ്യ ഹേ, ഇത് നമ്മുടെ കർത്തവ്യമാണ്. ഗൃഹമന്ത്രാലയ നയി ദില്ലി. ഇങ്ങനെ ഈ സന്ദേശാത്മക പോസ്റ്റർ ഒക്കെ തയ്യാറാക്കുമ്പോൾ ഈ പോസ്റ്റർ തയ്യാറാക്കുന്ന ഒരു അതോറിറ്റിയുടെ പേര് നമ്മൾ കൊടുക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗൃഹമന്ത്രാലയ നയി ദില്ലി, ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹി. അടുത്ത 5ാമത്തെ ചോദ്യം, അപ്നെ സ്കൂൾ മേ അയാം കലാം നാമക് ഫിലിം കി പ്രദർശനി കി തയ്യാറി മേ. നിങ്ങളുടെ സ്കൂളിൽ അയാം കലാം എന്ന ഫിലിം പ്രദർശിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇസ്കെ ലിയേ പോസ്റ്റർ തയ്യാറാക്കുക. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. മോഡൽ 1, छोटू कमाल कर दिया है, छोटू कलकी. सच्ची दोस्ती की कहानी बताने वाली सिनेमा, യഥാർത്ഥ സൗഹൃദത്തിന്റെ കഥ പറയുന്നതായ സിനിമ അയാം കലാം കി പ്രദർശനി, അയാം കലാമിന്റെ പ്രദർശനം. സ്കൂൾ സഭാഗൃഹമേ സബ്കാ സ്വാഗത്, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എല്ലാവർക്കും സ്വാഗതം. 2020 അഗസ്റ്റ് 25 2021 ഓഗസ്റ്റ് 25 സവേരെ 10 ബജെ രാവിലെ 10 മണിക്ക് സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥലം. ഇതിന്റെ 2ാമത്തെ മോഡൽ, സച്ചി ദോസ്തി കി കഹാനി ബത്താനെ വാലി സിനിമ അയാം കലാം കി പ്രദർശനി. യഥാർത്ഥ സൗഹൃദത്തിന്റെ കഥ പറയുന്നതായ സിനിമ അയാം കലാമിന്റെ പ്രദർശനം. സ്ഥാൻ സ്കൂൾ സഭാഗൃഹ. താരീഖ് 2021 അഗസ്റ്റ് 25 समय सवेरे 10 बजे सबका स्वागत सरकारी हाईस्कूल स्थान. 6ാമത്തെ ചോദ്യം, ഗരീബി വിഷയ पर संदेश देते हुए एक പോസ്റ്റർ തയ്യാർ കरें. ദാരിദ്ര്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് മെസ്സേജ് നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ദാരിദ്ര്യം, അതായത് ദാരിദ്ര്യം ദൂരീകരിക്കുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. ഉത്തരം, ദേശ് കി ഉന്നതി കെ ലിയേ ഗരീബി ദൂർ കർണി ചാഹിയേ. രാഷ്ട്രത്തിന്റെ ഉന്നതിക്കായി ദാരിദ്ര്യം ദൂരീകരിക്കണം. രാഷ്ട്ര നിർമ്മാൺ കെ ലിയേ ഗരീബി ഹഠായേ. രാഷ്ട്ര നിർമ്മാണത്തിനായി ദാരിദ്ര്യം അകറ്റുക. ഗരീബി ദേശ് കെ സർവനാശ കാ കാരൺ ബൻതാ ഹേ. ദാരിദ്ര്യം ദേശത്തിന്റെ സർവനാശത്തിന് കാരണമായി മാറുന്നു. ഏക് ഏക് നാഗരിക് കാ കർത്തവ്യ ഹേ ഗരീബി ഹഠാന. ഓരോ പൗരന്റെയും കടമയാണ് ദാരിദ്ര്യം അകറ്റുക എന്നത്. ഗരീബി ഹഠാനെ കെ ലിയേ സക്രിയ ഭാഗീദാരി കരേം. ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടി ആക്റ്റീവായി പങ്കാളികളാകുക. ഗൃഹ മന്ത്രാലയ നയി ദില്ലി, ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹി. 7ാമത്തെ ചോദ്യം, ഹന്ന സ്പെൻസർ ചാപ്ലിൻ अथवा चार्ली की माँ की संगीत निशा प्रेसिडेंसी हॉल में होने की तैयारी में है. ചാർലിയുടെ അമ്മ ഹന്ന സ്പെൻസർ ചാപ്ലിന്റെ സംഗീത നിശ പ്രസിഡൻസി ഹാളിൽ നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന് ആവശ്യമായ രീതിയിലുള്ള പോസ്റ്റർ തയ്യാറാക്കുക.
മോഡൽ 1 ആയേ ദേഖേ ആസ്വാദൻ കരേ, വന്നാലും കണ്ടാലും ആസ്വദിച്ചാലും. മഷൂർ ഗായിക ഹന്ന സ്പെൻസർ ചാപ്ലിൻ സംഗീത് നിശ, ഫേമസ് ആയ ഗായിക ഹന്ന സ്പെൻസർ ചാപ്ലിൻ സംഗീത നിശ ലണ്ടൻ പ്രസിഡൻസി ഹാൾ ലണ്ടനിലെ പ്രസിഡൻസി ഹാളിൽ 1894 ഡിസംബർ 10, അതായത് ഈ ചാർലി ചാപ്ലിനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം ഈ 1894 കാലഘട്ടം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ സമയത്ത് ഒരു പോസ്റ്റർ തയ്യാറാക്കൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 1894 ഡിസംബർ 10, 1894 ഡിസംബർ 10 സവേരെ 10 ബജെ സബ്കാ സ്വാഗതം, രാവിലെ 10 മണി എല്ലാവർക്കും സ്വാഗതം. ഇതിന്റെ രണ്ടാമത്തെ മോഡൽ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ആയേ ദേഖേ ആസ്വാദൻ കരേ, മഷൂർ ഗായിക ഹന്ന സ്പെൻസർ ചാപ്ലിൻ സംഗീത് നിശ, സ്ഥാൻ പ്രസിഡൻസി ഹാൾ ലണ്ടൻ, താരീഖ് 1894 ഡിസംബർ 10, സമയ സവേരെ 10 ബജെ सबका स्वागत. एटामत ചോദ്യം, आपके स्कूल में सर चार्ल्स स्पेंसर चैपलिन फिल्म फेस्टिवल चलाने की तैयारी में है, इसके लिए एक पोस्टर तैयार करें. നിങ്ങളുടെ സ്കൂളിൽ സർ ചാൾസ് സ്പെൻസർ ചാപ്ലിന്റെ ഫിലിം ഫെസ്റ്റിവൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാം. ഒന്ന്, ആയേ ദേഖേ ആസ്വാദൻ കരേ, വന്നാലും കണ്ടാലും ആസ്വദിച്ചാലും. സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ ഫിലിം ഫെസ്റ്റിവൽ, സർ ചാൾസ് സ്പെൻസർ ചാപ്ലിന്റെ ഫിലിം ഫെസ്റ്റിവൽ സ്കൂൾ സഭാഗൃഹ മേ സബ്കാ സ്വാഗതം, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എല്ലാവർക്കും സ്വാഗതം. 2021 जनवरी 10 से 15 तक, 2021 ജനുവരി 10 മുതൽ 15 വരെ, സവേരെ 10 ബജെ രാവിലെ 10 മണിക്ക്. സിനിമയും ഇവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ एक मॉडर्न टाइम्स, दि ग्रेट डिटेक्टर, 3 दि किड, 4 सिटी लाइट्स, 5 दि सर्कस. സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ, ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥലം. ഇതിന്റെ രണ്ടാമത്തെ മോഡൽ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ആയേ ദേഖേ ആസ്വാദൻ കരേ, സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ ഫിലിം ഫെസ്റ്റിവൽ, സ്ഥാൻ സ്കൂൾ സഭാഗൃഹ, താരീഖ് 2021 10 से 15 तक, 2021 10 മുതൽ 15 വരെ. സമയ സാരേ ദിൻ സവേരെ 10 ബജെ സെ, സമയം എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ. സിനിമയെ 1 मॉडर्न टाइम्स, 2 दि ग्रेट डिटेक्टर, 3 दि किड, 4 सिटी लाइट्स, 5 दि सर्कस. सबका स्वागत, സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. ഇത്രയുമാണ് നമ്മൾ ഈ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അടുത്തത് ഫോക്കസ് ഏരിയ 2021 ഹിന്ദി എന്ന നാലാമത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ചരിത്രഗത വിശേഷതായ ലേഖ്, സമാചാർ യാ റപ്പട്ട്, വാക്യ പിരമിഡ് എന്നിവയാണ്. ഇത് നമുക്ക് നാലാമത്തെ വീഡിയോയിൽ കാണാം. ഈ മൂന്നാമത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നാലാമത്തെ വീഡിയോയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ധന്യവാദം.